ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആണ്ടിനും സംക്രാന്തിക്കും മാത്രമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ആക്ച്വലി ഈ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈദിൻ്റെ പിറ്റേന്ന് വ്യാഴാഴ്ച നമ്മൾ ഒരു 2-3 ഫാമിലി ആയിട്ട് ടൂർ പോയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മൊത്തം പനിയായിരുന്നു. വീട് ഫുള്ള് പനിയായി. ടൂറ് കഴിഞ്ഞ് വന്ന് അന്ന് രാത്രി നെഹൂട്ടിക്ക് പനി. നെഹൂട്ടിയുടെ പനി 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ എനിക്ക് പനി ഇപ്പോൾ കുറഞ്ഞു. പക്ഷേ ത്രോട്ട് ഇൻഫെക്ഷനും കഫക്കെട്ടും ഉണ്ട്. അപ്പോൾ എൻ്റെ അതിന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ചേട്ടായിക്ക് പനിയായി. അങ്ങനെ മൊത്തം പനി പിടിച്ചൊരൊറ്റ കിടപ്പായിരുന്നു. ഇങ്ങനെ ഒന്ന് ഭേദപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെറിയ പെരുന്നാളിൻ്റെ ആ സമയത്ത് നമുക്കിവിടെ 2-3 ദിവസം അടുപ്പിച്ച് ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയതാണ്. എവിടെ പോയതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ഏതോ ഒരു വായിക്കൊള്ളാത്ത പേര്. കുന്നും മലയൊക്കെ താണ്ടി കുറേ ദൂരം പോകണമായിരുന്നു. നമ്മൾ വ്യാഴാഴ്ച രാവിലെ ഒരു 11:15 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. പക്ഷേ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്തോ ഒരു വാതി കൂട്ടിയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. അവിടുത്തെ എന്നല്ല, ഒമാനിലും UAE-ലും ഇപ്പോൾ തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. മൊത്തം വെള്ളപ്പൊക്കമാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലേസ് കുറച്ച് നമ്മൾ സേഫിലാണ്. പക്ഷേ അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ടൂറ് പോയ ഏരിയയൊക്കെ ഫുള്ളും വെള്ളത്തിലാണ്. കാരണം എനിക്ക് അതുവഴി പോയി കണ്ടിട്ട് എൻ്റെ ദൈവമേ, ഒരു ഓണം കയറാമില്ല. അവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാര്യം കെട്ടപ്പോക. ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത ഏരിയ. 2 കുന്നുകൾക്കൊക്കെ ഇടയിൽ കൂടെ ആര് റോഡ് വെട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഇതിന് മുകളിൽ കയറാൻ തോന്നേ. അയ്യോ, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമ്മളന്ന് പോയ സമയത്ത് പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, തലയൊക്കെ പൊള്ളിപ്പോവായിരുന്നു. അതുപോലത്തെ ചൂടായിരുന്നു കേട്ടോ. ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചാൽ അപ്പം നമുക്ക് ബുൾസയായിട്ട് കിട്ടും. അതായിരുന്നു ചൂടിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ, വെള്ളം കുടിച്ച് വെള്ളം ഐസ്ക്രീമും ഒക്കെ കുടിച്ച് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ഒമാൻ മൗണ്ടെയിൻ റോഡെന്നാണ് കേട്ടോ കണ്ടത്. ശരി കേട്ടോ, 2 സൈഡും കുന്നുകൾ മാത്രം, കുന്നുമല. നമ്മൾ കരുതും ഇത് കംപ്ലീറ്റ്ലി മരുഭൂമിയാണെന്ന് കേട്ടോ. ഇത് ഒരിക്കലും കംപ്ലീറ്റ്ലി മരുഭൂമിയല്ല. ഇത് നിറയെ പാറയും കല്ലും ഒക്കെയാണ് ഇത് സത്യം പറഞ്ഞാൽ. ആദ്യം നമ്മൾ വന്നത് ഒരു ലേക്കിൻ്റെ അടുത്തായിരുന്നേ. هو فيه نفس الشيء، فيه شير فيه كله موجود. ها هيك طربال موجود في عليه. ലേക്ക് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാണുമ്പോൾ അതിനൊരു പച്ചയും നീലയൊക്കെ കലർന്ന ഒരു കളറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ ബോട്ടൊന്നും പറയാനില്ല, ഒരു തല്ലിപ്പൊളി ബോട്ട്, അത്രയേ ഉള്ളൂ. യാതൊരു സേഫ്റ്റി മെഷറും ഇല്ലാത്തൊരു യാത്രയായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ പോയി. കാരണം നമ്മൾ ഇത്ര അടുത്ത് വന്നിട്ട് കാണാതെ പോണത് ശരിയല്ലല്ലോ. വലിയ ആഴമൊന്നും ഇല്ലെന്നാണ് കേട്ടോ അവരത് പറഞ്ഞത്. അങ്ങനെ സേഫ്റ്റി മെഷറൊന്നും ഇല്ലാതെ തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നെഹൂട്ടിയും ചേട്ടായിയും കരയിൽ നിന്നു കേട്ടോ. ചേട്ടായിക്ക് പേടി നെഹൂട്ടീനെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊരു റിസ്ക്. ചേട്ടായി ആ ഒരു കാര്യത്തിൽ ഭയങ്കര പെർഫെക്റ്റാണ് കേട്ടോ. നെഹൂട്ടീനെ വെച്ചിട്ട് ഒരു റിസ്ക് പരിപാടിയും ചേട്ടായി എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചേട്ടായി നെഹൂട്ടിയും കരയിൽ നിന്നു. ഞാൻ പോയിട്ടോ, എല്ലാവരുടെയും കൂടെ ഞാൻ ബോട്ടിങ്ങിന് പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളത് മിസ് ചെയ്യാൻ പാടില്ല. ലൈഫിൽ ഒരിക്കലൊക്കെയല്ലേ നമുക്ക് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മിസ്സാക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനും കയറി.
ഈ ബോട്ടിങ്ങിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറയുന്നത് ആ കാണുന്ന ഗുഹയുണ്ടല്ലോ, ആ ഗുഹയ്ക്കുള്ളിലേക്ക് ബോട്ട് കയറും. അകത്തോട്ട് ഒത്തിരി കയറില്ല, ആ ഒരു ഓപ്പൺ സ്പേസിലേക്ക് മാത്രമേ കയറുള്ളൂ. പക്ഷെ അതൊരു നൈസായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബോട്ടൊന്ന് നിർത്തും. ആ ഗുഹയ്ക്കുള്ളിൽ എനിക്ക് തോന്നുന്നു അകത്തോട്ടൊക്കെ ചെറിയ ചെറിയ വഴികൾ കാണും. എന്തായാലും ബോട്ടിന് ആ ഒരു എൻട്രൻസ് ഏരിയയിലോട്ട് വരെ മാത്രം കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിർത്തി. നല്ല അടിപൊളിയായിരുന്നു. ആ ഗുഹയ്ക്കുള്ളിലുള്ള വ്യൂ ഒക്കെ സൂപ്പർബായിരുന്നു. ആടുജീവിതം കണ്ടപ്പോൾ എനിക്കൊരു പേടി, ഇങ്ങോട്ടൊക്കെ ഇവിടെ നിൽക്കാണ്. സൂപ്പർ കേട്ടോ അല്ലേ. ഇത് നമ്മുടെ കൂടെ വന്ന ഒരു ഫാമിലി ആയിരുന്നു. അവൾ ഭയങ്കര റീൽസിൻ്റെ ആളാണ് കേട്ടോ. അവൾ ഓൺ ദ സ്പോട്ട് റീൽസ് ചെയ്യുന്ന കൂട്ടത്തില്ല. അവൾക്ക് ലൊക്കേഷൻ കിട്ടിയപ്പോൾ അവൾ അടിപൊളിയായിട്ട് റീൽസൊക്കെ ചെയ്ത് കേട്ടോ. അതെ, तुमको खाने के लिए नहीं है मच्छी को बैलेंस क्या मिलता नहीं എല്ലാം അങ്ങോട്ട് പോണ്ട, അവസാനം നമ്മളെ എടുക്കാൻ ആൾക്കാർ. അല്ല ഇത് ആഴം കണ്ടില്ലേ? ഇത് കോരമീനാണോ? കോര എന്താ പറയാ, മറ്റേ കോരല്ലേ, പിലോപ്പിയ. मछली उसको दे दियो मुझे। आजा मामा आजा आजा। ज्यादा फिश എത്രയാലേ ഇതറിയായിരുന്നു. ഇല്ലേ, ഞാൻ അതെ मछली को नहीं देख रहे। ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ഒരു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊട്ടിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ മീനുകളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടമായിട്ട് ഓടി വന്ന് ബിസ്ക്കറ്റെല്ലാം തിന്നുന്നുണ്ടായിരുന്നു. കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ, കുറേ മീനുകൾ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അതിന് വലിയ ആഴമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഈ കടലിൻ്റെ ചെറിയൊരു പോർഷൻ ഇങ്ങോട്ട് കയറി കിടക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ചോദിച്ചപ്പോൾ. വലിയ ആഴമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈ കടലിൻ്റെ അടിത്തട്ടിലൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണത്തില്ല, അതുപോലത്തെ ഇങ്ങനെ ചെടികളും പുറ്റുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അടിത്തട്ട്. നമുക്ക് ഫോണിലൂടെ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ അവിടെ നിന്നപ്പോൾ നമുക്ക് വെള്ളത്തിൽ കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിത്തട്ടൊക്കെ നല്ല ഭംഗിയായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ കടലിനകത്ത് ഇറങ്ങി കാണുന്ന ഒരു ഫീലുണ്ടായിരുന്നു നമുക്ക്. പിന്നെ മെയിനായിട്ടും എല്ലാ നാട്ടിലും ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണല്ലോ. ഇവിടെ അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ അത് തന്നെയാണ്. നമ്മളോട് അവർ ബാർഗെയിൻ ചെയ്ത് ആദ്യം എനിക്ക് തോന്നുന്നു ഒരു 15 റിയാൽ എന്തോ പറഞ്ഞു. ബാർഗെയിൻ ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടി അതൊരു 10 റിയാലിൽ ഒതുക്കി തന്ന്. അവള് വെള്ളത്തിൽ കല്ലെറിയുന്നുണ്ട്. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് കരയോടെടുക്കാറായപ്പോൾ നെഹൂട്ടിയും ചേട്ടായി അവിടെ കരയിൽ നിൽപ്പുണ്ട്. നെഹൂട്ടി അവിടെ വെള്ളത്തിൽ കല്ലൊക്കെ എറിഞ്ഞ് കളിക്കുകയാണ്. നെഹൂട്ടി എറി, നെഹൂട്ടി വെള്ളത്തിലോട്ട് എറി, നെഹൂട്ടി. പപ്പേ ഇച്ചിരി അങ്ങോട്ട് കയറുന്നില്ല, കൊച്ചു വെള്ളത്തിൽ കല്ലെറിയിട്ട്. നെഹൂട്ടി അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ വേറൊരു കുന്നിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ലേക്കിൻ്റെ
ഫുൾ വ്യൂ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയത്. നല്ല പൊക്കത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുഴുവൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ബോട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷീണിച്ചു. അതുപോലെ വെയിലായിരുന്നു. നമുക്ക് ഒത്തിരി നേരം ഒന്നും നിൽക്കാൻ പറ്റത്തൊന്നും ഇല്ലായിരുന്നു, അതുപോലെ വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ലേക്ക്, നമ്മളിപ്പോൾ മുമ്പേ ബോട്ടിങ്ങിന് പോയ ആ ലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുൾ വ്യൂ കാണാൻ പറ്റും. കടലിൻ്റെ ചെറിയൊരു കഷ്ണം ഇവിടെ മുറിഞ്ഞ് കിടക്കുന്ന കണക്കാണ് നമുക്ക് തോന്നുള്ളൂ കേട്ടോ. ഓ ഫ്രീക്കത്തിയായല്ലോ, ഇതാരമ്മയുടെ ഫ്രീക്കറ്റ് പെണ്ണാണ്. അപ്പം തന്നെ സമയം ഏകദേശം ഒരു 2:30-3 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നെഹൂട്ടിക്ക് നമ്മൾ ആപ്പിളൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ എങ്ങും ഞാൻ പറഞ്ഞില്ലേ മനുഷ്യവാസമുള്ള മേഖലയല്ല, അതുകൊണ്ട് തന്നെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ കുന്നിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറിയൊരു മരത്തണൽ കണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ സെറ്റപ്പാക്കി ഇരിക്കാനുള്ള എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നെയ്ച്ചോറ് കൊണ്ടുവന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ കൂട്ടാനും കറികളും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. ഡാൻസ് കളിച്ചപ്പന്നാ നെഹൂട്ടിക്ക് ഞാൻ എക്സ്ട്രാ വീട്ടിൽ നിന്ന് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം രാവിലെ തൊട്ട് വൈകുന്ന വരെ ഇരിക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ട്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഡ്രസ്സെല്ലാം മാറി, അവൾക്ക് വേറെ പാമ്പേഴ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ചൂടായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഡ്രസ്സ് ഇടിയിച്ചില്ല, കാറിൽ ഡ്രസ്സ് ഇല്ലാതെയാണ് അവൾ ഇരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പെട്രോൾ പമ്പ്, ഈ ജ്യൂസ് കടയെല്ലാം കണ്ട്. നമ്മളവിടെ കയറി എല്ലാവരും ചായയും കുടിച്ച്. ഞാനും നെഹൂട്ടിയും ഓരോ തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ വാങ്ങിച്ചു. അതുപോലെ ചൂടല്ലായിരുന്നോ, ഇപ്പം നല്ല തണുത്ത ജ്യൂസ് കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോയത് കാന്തപ് എന്ന് പറയുന്ന ഒരു സ്ഥലം. എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്കറിയില്ല. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥലം അതാണിത്. അതായത് കുന്നിൻ്റെ മുകളിൽ നിന്ന് ആ ചെറിയ ചെറിയ ഇത് കാണുന്നുണ്ടോ, വരിയായിട്ട് താഴോട്ട്, അത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം കുത്തി ഒലിച്ചിറങ്ങി ആ കടലിലോട്ടാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ എല്ലാം വെള്ളത്തിൽ മുങ്ങിയേക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഏകദേശം വെയിലൊക്കെ ആറിത്തുടങ്ങിയിട്ടാണ്, താഴ്ന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് വന്നു. എൻ്റെ ദൈവമേ, വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു സ്ഥലവും കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുപോലെ തിരക്കായിരുന്നു. പെരുന്നാളല്ലായിരുന്നോ, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഒപ്പിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മറ്റേ ഈ പൊരിയും മിച്ചറും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഐറ്റം വാങ്ങി തിന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങി. പക്ഷെ ഞാനും ചേട്ടായി ഒന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ, കാരണം നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല. നെഹൂട്ടീനെ വെള്ളത്തിൽ ഇറക്കിയിട്ടോ. നെഹൂട്ടിക്ക് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് കരുതിയിട്ട് നെഹൂട്ടിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കിയായിരുന്നു. വെള്ളത്തിൽ ഇറക്കണ്ടെന്ന് കരുതിയതാണ്, പക്ഷെ വെള്ളം കണ്ടപ്പം ആൾ നിർബന്ധം അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി, ഇറങ്ങണമെന്ന്. പക്ഷേ ഈ കടലിന് അത്ര വലിയ ആഴമൊന്നുമില്ല കേട്ടോ. കുറേ ദൂരം വരെ നമുക്കിങ്ങനെ നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുന്ന പോലെ കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ആഴമല്ല, കുറേ അങ്ങ് കാണാമല്ലോ, അങ്ങ് ഒത്തിരി ദൂരെ വരെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വലിയ ആഴമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സേഫായിരുന്നു. ഞാൻ അവിടെ നിന്ന് എടുക്കാവേ, വെയിറ്റ്. നെഹൂട്ടി അങ്ങ് വെള്ളത്തിൽ കളിച്ച് തിരിച്ച് വിളിച്ചിട്ടാണ് നെഹൂട്ടിയായിട്ട് കയറി വരത്തുമില്ല. ആൾക്കങ്ങ് രസം പിടിച്ചതിൻ്റെ മാത്രമല്ല, നമ്മൾ പിന്നെ കൈ പിടിക്കണ്ടെന്നുള്ള രീതിയായി. ഞാൻ തന്നെ കളിച്ചോളാം, എന്നെ എല്ലാവരും വിട്ടോ, ഞാൻ തന്നെ കളിച്ചോളാം എന്നുള്ള രീതിയായി പുള്ളിക്കാരത്തി. വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു, ഒരു വിധത്തിലാണ് കരഞ്ഞു കൂവി എടുത്തുകൊണ്ട് പോകുന്നത്.
അപ്പം മൂക്കിലൊക്കെ പൊടി കയറി പോകും. നിങ്ങൾ എന്ത് മനുഷ്യനാ? കൊച്ചിനെ വെച്ചോണ്ട് റിസ്ക് പിന്നെ വെള്ളത്തിക്കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ സുജിയാണെങ്കിൽ അവിടെ നിന്ന് ഒരു മീനെ പിടിച്ചുകൊണ്ട് വന്നു. അവൾ പിന്നെയും പോയി ആ മീനെ കുപ്പിക്കകത്താക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ മീൻ ചത്തുപോയിട്ടുണ്ടായിരുന്നു. കുപ്പിയിലാക്കി കഴിഞ്ഞപ്പോഴേക്കും മീൻ ചത്തുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് നീഹുട്ടിക്ക് പിന്നെയും വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് പോയി. കുറച്ച് നേരം പിന്നെയും പോയി നീഹുട്ടി വെള്ളത്തിൽ കളിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് എല്ലാവരും കയറി ഡ്രസ്സൊക്കെ മാറി ഒക്കെ ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാവരും ടയേർഡായി. ഇനിയിപ്പോൾ എന്നാൽ വീട്ടിലേക്ക് പോയേക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഒരിടത്ത് പോയി ഓരോ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.